നമസ്കാരം, ഞാൻ അഞ്ജു. ഈ സേവന ഓൺലൈൻ സൊല്യൂഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വരുന്ന യാത്രക്കാരുടെ സൗകര്യാർത്ഥം മുൻകൂർ സീറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം KSRTC ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് KSRTC ടിക്കറ്റ് ഓൺലൈനായി എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന് നോക്കാം. www.onlinekrsrtcswift.com എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ആദ്യമായി ബുക്ക് ചെയ്യുന്ന ഉപഭോക്താവാണ് എങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോണിൽ വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ മാൻഡേറ്ററി ഇൻഫർമേഷൻ ആയിട്ടുള്ള പേര്, ഏജ്, മെയിൽ ID, ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷണൽ ഇൻഫർമേഷൻ നിർബന്ധമല്ല. തുടർന്ന് വീണ്ടും ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ഫോണിൽ ലഭിച്ച OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. നമ്മൾ സൈറ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ നിന്ന് സ്റ്റാർട്ടിംഗ് ഫ്രം ഗോയിങ് ടു ഓപ്ഷനുകളിൽ യാത്ര തുടങ്ങുന്ന സ്ഥലവും യാത്ര അവസാനിക്കുന്ന സ്ഥലവും ആവശ്യാനുസരണം തിരഞ്ഞെടുത്തു കൊടുക്കുക. സ്ഥലത്തിന്റെ സ്പെല്ലിങ്ങിന്റെ ആദ്യാക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ബുക്കിങ്ങിന് ലഭ്യമായ സ്ഥലപ്പേരുകൾ കാണിക്കുന്നതാണ്. ഡേറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. സെർച്ച് ബസസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണമായി ഞാനിപ്പോൾ വൈറ്റ്ല ഹബിൽ നിന്ന് മംഗലാപുരം പോകുന്ന ബസ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കിയത്. വൈകുന്നേരം 5:16 വൈറ്റ്ല ഹബിൽ നിന്നും പുറപ്പെടുന്ന ബസ്സാണ് ഉള്ളത്. റെയിൽവേ ടൈമിൽ ആയിരിക്കും ബസ്സുകളുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അനുയോജ്യമായ സമയത്തുള്ള ബസ് നോക്കി സെലക്ട് സീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിങ്ക് നിറത്തിൽ ലേഡി സീറ്റും പച്ച നിറത്തിൽ ജനറൽ സീറ്റുമാണ് കാണിച്ചിട്ടുണ്ടാകുക. നേരത്തെ തന്നെ ബുക്കിംഗ് ആയ സീറ്റുകൾ സോൾഡ് എന്നും കാണിച്ചിട്ടുണ്ടാകും. ആവശ്യമുള്ള സീറ്റുകൾ തിരഞ്ഞെടുക്കുക. ബോർഡിംഗ് പോയിന്റ്, ഡ്രോപ്പ് ഓഫ് പോയിന്റ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യാത്രക്കാരൻ്റെ പേര്, വയസ്സ്, ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു പേയി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് യാത്രക്കാരൻ്റെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. UPI, നെറ്റ് ബാങ്കിംഗ്, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ടിക്കറ്റ് ചാർജ് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് വിജയകരമായി പൂർത്തിയായ പക്ഷം കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ SMS ലഭിക്കുന്നതായിരിക്കും. ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് PDF ആയോ പ്രിന്റ് ചെയ്തോ യാത്രാസമയം ID പ്രൂഫിനോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ ബുക്ക് ചെയ്ത് 2 മണിക്കൂറിനുള്ളിലാണെങ്കിൽ മുഴുവൻ തുകയും, യാത്രയ്ക്ക് 48 മുതൽ 72 മണിക്കൂർ മുമ്പാണെങ്കിൽ 10% വരെയും റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ എൻ്റെ KSRTC നിയോ OPRS എന്ന ആപ്പ് ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്.